ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമത്തിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് വളരെ ആദരപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ദൈവം തൊട്ട, ദൈവം അനുഗ്രഹിച്ച അനേക ജീവിതങ്ങളാണ് നമ്മളെല്ലാവരും. ഈ രാത്രിയിൽ കർത്താവ് വീണ്ടും നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്. ഈ നൈറ്റ് വിജിലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അപ്പസ്തല പ്രവർത്തനം 27-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ് ഓർമ്മിപ്പിച്ചത്. നമുക്കറിയാം, 27-ാം അധ്യായത്തിൽ ഈശോയെ പ്രതി, ഈശോയുടെ വിശ്വാസത്തെ പ്രതി പരസ്യ വിചാരണയ്ക്ക് വേണ്ടി റോമായിലേക്ക് കപ്പൽ കയറുന്ന പൗലോസ്ലീഹായുടെ രംഗം നമ്മളിവിടെ കാണുകയാണ്. ഒരു കപ്പലും ഒരുപാട് കപ്പൽ ജീവനക്കാരും പൗലോസും ആ കപ്പലിലുണ്ടായിരുന്നു. നമുക്കറിയാം ആ യാത്ര. അവരുടെ ആ കപ്പൽ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ കപ്പലിലേക്ക് ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായി മാറുകയാണ്. അവരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു സ്ഥിതി അവിടെ സംജാതമാവുകയാണ്. നമ്മളത് വായിക്കും. 27-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വളരെ ദിവസങ്ങളായിട്ട് സൂര്യനോ ചന്ദ്രനോ ഉദിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ഊഹിക്കാൻ പറ്റണം. പ്രകാശം നഷ്ടപ്പെട്ട് കൂരിരുട്ട് മാത്രമായി നടുക്കടലായ കുറേ മനുഷ്യർ. അടുത്ത വചനം ഇങ്ങനെ പറയുകയാണ്, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചതിനാൽ രക്ഷപ്പെടാമെന്ന ആശ തന്നെ അറ്റു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ ആശയും നഷ്ടപ്പെട്ട്, രക്ഷപ്പെടാമെന്നുള്ള എല്ലാ ആശയും നഷ്ടപ്പെട്ട് നടുക്കടലിൽ മരണത്തെ മുഖാമുഖം കാണുന്ന കുറേ മനുഷ്യരെ കർത്താവ് അവിടെ വരച്ച് കാണിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ മക്കൾ ആരും തന്നെ ആ നടുക്കടലിൽ ഒടുങ്ങുവാൻ, അവർ ജീവൻ അവസാനിക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഈ രാത്രിയിൽ ഇവിടെ ഇരുന്നു, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകര് ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ ആശയും നഷ്ടപ്പെട്ട് ആശയറ്റവരായി ഈ രോഗത്തോടെ, ഈ കടബാധ്യതയോടെ എൻ്റെ ജീവൻ ഒടുങ്ങുമെന്ന് വിചാരിച്ച്, തീരുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അവരെ കർത്താവ് കാണുകയാണ്. പരിശുദ്ധാത്മാവ് അവരോട് പറയുകയാണ്, ഈ രാത്രി, ഈ കടബാധ്യത, ഈ രോഗം നിന്റെ അവസാനമല്ല. ഇവിടെ നിന്ന് നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ആ കർത്താവിൽ നീ ആശ്രയിച്ചാൽ ദൈവം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. അവിടെ അവരെ രക്ഷയിലേക്ക് നയിച്ചത് ദൈവത്തിന്റെ ഭക്തനായ പൗലോസ്ലീഹായുടെ വാക്കുകളായിരുന്നു. പൗലോസും അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ആരാധിക്കുന്നവനും ഞാൻ സ്നേഹിക്കുന്നവനും വിശ്വസിക്കുന്നവനുമായ ദൈവം ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞു, ഞാൻ സീസറിന്റെ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും. എന്നോടൊപ്പമുള്ള എല്ലാവരെയും ദൈവം നിനക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അവൻ ആ വാക്കുകൾ പ്രത്യാശയോടെ പറഞ്ഞു. 27-ാം അധ്യായം 25-ാം വാക്യം, എന്നോട് പറഞ്ഞിട്ടുള്ളതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ ആ കടലിലുണ്ടായിരുന്ന, ജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടയായിരുന്ന അവരെല്ലാവരും സുരക്ഷിതരായി കരയിലെത്തിയെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശം നമുക്ക് നൽകുകയാണ്. നിങ്ങൾ രോഗത്തിന്റെ, മരണത്തിന്റെ മുഖത്തായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. ഈ കടബാധിതയിൽ നിന്ന്, ഈ കണ്ണുനീരിൽ നിന്ന്, ഈ അപമാനത്തിൽ നിന്ന് ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുനീരും വിഷമങ്ങളും കണ്ണുകൾ അടച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. പ്രത്യാശയോടെ കർത്താവിൽ അണയുന്ന ആരും ലജ്ജിതരാകുകയില്ല. കഴിഞ്ഞ തലമുറയെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അതിന്റെ പ്രതീകമായി കരങ്ങൾ ഉയർത്തി ഈ രാത്രിയിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അല്പസമയം നമുക്ക് അവിടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിരാശയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കണ്ണുനീരിലേക്ക് കടന്നു വരണമേ. പുതിയൊരു ജന്മം എനിക്ക് നൽകണമേ. പുതിയൊരു ശക്തി എനിക്ക് നൽകണമേ. യേശുനാമത്തിൽ ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ ഞാൻ വിമോചനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധനാം താതനേ, കരുണയിൽ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, കരുണയിൽ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്,
ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. രണ്ടു വശത്തേക്കൊക്കെ നോക്കി സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. കൈകളൊന്ന് ഉയർത്തിയടിക്കാമോ? സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം കൊണ്ട് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരരി എന്തിനാ. നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമെൻ അപ്പനെങ്കിലും ചേലിടും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലിടും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. നന്മയെ തൻകരം നൽകുമെൻ ഈശ്വരൻ എൻ മനം വിശ്രമം നേടിടും. നന്മയെ തൻകരം നൽകുമെൻ ഈശ്വരൻ എൻ മനം വിശ്രമം തേടിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി